പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്തു പറയുന്നു. അതിനായി ഈശോ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ലോക അവസാന വിരൽ തുമ്പിൽ നാം കണ്ടു, ഒരു വിരൽ ഒരു അണുവായുധത്തിൻ്റെ ബട്ടണിൽ അമർത്തിയാൽ ഇന്ന് ലോകം അവസാനിക്കും എന്നതിന് ഞാനല്ല വന്നിരിക്കുന്നത്, ശാസ്ത്രം അതിൻ്റെ തെളിവോട് കൂടി സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നൊരു വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശാസ്ത്രീയമായത്, സത്യം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം തെളിവോടുകൂടിയത്. അപ്പോൾ ശാസ്ത്രീയമായും നിർമ്മിച്ച് വച്ചിരിക്കുന്നതും അത് തെളിവോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഒരു വസ്തുവിനെ കാണാൻ കഴിയുന്നതുമായ ഒരു സംഭവം എന്ന നിലയിൽ ഈ ലോകാവസാനത്തിൻ്റെ എല്ലാവിധ ശാസ്ത്രീയ സത്യങ്ങളും തെളിവോടുകൂടി ലോകത്ത് വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റൊരു തലത്തിൽ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിങ്ങനെയാണ് കാണാൻ പോകുന്നത്. മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണ് അറിവ്? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പറയും, ദാനിയേലേ, അവസാന ദിവസം വരെ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അറിവ് എന്നതിന് അതിൻ്റെ അടിയിൽ വിവർത്തനം എഴുതിയിരിക്കുന്നത് അകൃത്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ തിന്മ വർദ്ധിക്കും. അകൃത്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ തിന്മ വർദ്ധിക്കും. തിന്മ എന്നാണ് പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ അകൃത്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിച്ചു. അറിവ് വർദ്ധിച്ചപ്പോൾ എന്ത് അറിവാണ് നമുക്ക് വർദ്ധിച്ചത്? ജർമ്മൻ ഭാഷാ പഠനം അതൊരു വലിയ അറിവാണ്. ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസം അറിവാണ്. വിദേശ ജോലി അറിവാണ്. വിസകൾ, പാസ്പോർട്ടുകൾ, ഇതെല്ലാം അറിവാണ്. അറിവ് വർദ്ധിച്ച് അത് ആ രാഷ്ട്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അവിടെ അകൃത്യം വർദ്ധിച്ചു, തിന്മ വർദ്ധിച്ചു. തിന്മയിൽ കൂടെ ദുരാത്മാവ് ഓരോ വ്യക്തിയിലും കയറി ഇറങ്ങിയിട്ടില്ല, കയറി കൂടിയപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർന്നു. അത് സഭാ തകർച്ചയ്ക്കും രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കുമൊക്കെ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അറിവ് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ തിന്മ വർദ്ധിക്കും, അല്ലെങ്കിൽ പാപം വർദ്ധിക്കും, അല്ലെങ്കിൽ തിന്മയുടെ അളവിലുള്ള ദുരാത്മാക്കളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ്. എന്നാൽ ഇവിടെ മറ്റൊരു അറിവ് വർദ്ധിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും രസകരമായ സംഭവം. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന അറിവ്. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന അറിവ് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ത്രിതല ജ്ഞാനം വേണം നമുക്ക്. 1, വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന അറിവ്. 2, വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം. 3, അതിൻ്റെ തന്നെ ദൈവത്തിന് വെളിപ്പെടുത്തൽ അർത്ഥമാക്കുന്നത് എന്ത്? ഉദാഹരണം പറഞ്ഞാൽ വെളിപാട് ഗ്രന്ഥത്തിലെ കർത്താവ് പറയേണ്ട ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ 2-ാം മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കാഹളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതീകാത്മക അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മറനീക്കി അതിൻ്റെ സത്യം പുറത്തു വരുമ്പോൾ അവിടെ ജ്ഞാനത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ അറിവായും അത് വസ്തുവായും അതിൻ്റെ പരിണതഫലം എന്താണെന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞൊരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ 1 യുഗാന്തം എന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനം, കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. യുഗാന്തം എന്ന വാക്കിനർത്ഥം യുഗങ്ങളുടെ അറ്റം, അതിൻ്റെ അറ്റത്തെത്തി നമ്മൾ എന്നാണ് അർത്ഥം. മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അഗ്നികുണ്ഡം? അഗ്നികുണ്ഡം പറഞ്ഞൊരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഗ്നികുണ്ഡം എന്ന വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും അഗ്നികുണ്ഡത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അഗ്നികുണ്ഡം എന്ന വാക്കിൻ്റെ അർത്ഥം കെടാത്ത തീ എന്നാണ്. എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നികുണ്ഡം. അതിനൊരു ആഴവും കുഴിയുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുള്ളത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ വലിയ അഗ്നിപർവ്വതങ്ങൾ, യൂറോപ്പിൽ പൊട്ടുന്ന വോൾക്കാനോ അല്ലെങ്കിൽ ജപ്പാനിൽ പൊട്ടുന്ന അതുപോലെയുള്ള വലിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, വലിയ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ
അഗ്നികുണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ ആഴത്തിലേക്ക് അതിൻ്റെ അഗ്നിയുണ്ട്. അതിനെ ആർക്കും കെടുത്താൻ പറ്റിയില്ല. ഒരു അഗ്നിപർവ്വതം അത് പൊട്ടിക്കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ അത് തണുത്ത് മരവിച്ച് അതിൻ്റെ വായ പൊട്ടിയ മുഖമെല്ലാം അടഞ്ഞ് വീണ്ടും അത് സീൽ ചെയ്ത് അതിൻ്റെ അഗ്നി അതിൻ്റെ ഉള്ളിലായിട്ട് അതങ്ങനെ അടങ്ങി ശാന്തമായിട്ട് കിടക്കും. അത് തണുത്ത് ലാവെല്ലാം ഉറഞ്ഞ് കട്ടയായിട്ട് കല്ലായിട്ട് മാറും. അപ്പോൾ അതൊരു നിശ്ചിത കാലഘട്ടം കൊണ്ട് തീരും. എന്നാൽ അതിൻ്റെ ഉള്ളിലെ അഗ്നി ഒരിക്കലും കെടുന്നുമില്ല, അതങ്ങനെ നിൽക്കും. എന്നാൽ കർത്താവിന് അഗ്നികുണ്ഡത്തിലേക്ക് എറിയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറിവിൻ്റെ തലമാണ് നമ്മൾ കാണേണ്ടത്. ഇത് ജ്ഞാനത്തിൻ്റെ തലത്തിൽ സർവശക്തനായ ദൈവം, യേശുക്രിസ്തു ജ്ഞാനിയായ ദൈവമായിരുന്നല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ജ്ഞാനത്തിൻ്റെ ആ വചനരൂപം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അത് ലിഖിത രൂപത്തിൽ എഴുതി വെച്ചു. ദൈവവചനത്തിൻ്റെ ജ്ഞാനരൂപത്തിലുള്ള വചനം ലിഖിത രൂപത്തിൽ മറ്റൊരാൾ എഴുതി വെച്ചപ്പോൾ അതൊരു പ്രതീകാത്മക വസ്തുവായിട്ട് അവിടെ നിന്നു. അതെന്താണെന്ന് ആർക്കെങ്കിലും വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ അതിലേക്ക് 2000 വർഷങ്ങൾ പൂർത്തിയാകാൻ പോകുന്ന ഈ കാലഘട്ടം വന്നപ്പോൾ അറിവിൻ്റെ തലം വന്നു. അറിവിൻ്റെ തലം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയും. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നപ്പോൾ അതിന് പറയുന്ന പേരാണ് അണുബോംബുകൾ. അതിൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ, ഹൈഡ്രജൻ ബോംബുകൾ, പിന്നെ ജൈവ ബോംബുകൾ, ആ അണുബോംബുകൾ, ഇങ്ങനെ പല ബോംബുകൾ അതിനകത്തുണ്ട്. അതെല്ലാം ഇന്ന് കണ്ടുപിടിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അപ്പം ജ്ഞാനത്തിൻ്റെ തലവും അറിവിൻ്റെ തലവും ഒരു പ്രത്യേക സമന്വയമായിട്ടൊരു വസ്തുവായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. നമുക്കൊരു വസ്തു, ഇതിപ്പോൾ ഒരു വസ്തു എന്ന് പറയുമ്പോൾ ആ വസ്തു നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ്, അതിനെ സ്പർശിക്കാൻ കാണാം. ഇനി ഇതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞ് ആ അക്ഷരങ്ങൾ നിങ്ങളെ കാണിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗം വെളിപ്പെട്ടു. അപ്പോൾ ജ്ഞാനം വെളിപ്പെട്ടു, അതിൻ്റെ അറിവ് വെളിപ്പെട്ടു, അതിന് പരിണിത ഫലവും വെളിപ്പെട്ടു എന്നതുപോലെ കർത്താവ് പറയുന്ന മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ആ കർത്താവിന് എന്താ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യുഗാന്തത്തിലും അങ്ങനെ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഗതികളെയും തിന്മ പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരരെ, ആ അഗ്നികുണ്ഡം ഒരുക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ. യുഗാന്തത്തിലാണുള്ളത്. അഗ്നികുണ്ഡം നമ്മുടെ തൊട്ട് മുമ്പിലാണ്. എന്നാൽ അത് പുറപ്പെട്ടു വന്നിട്ടില്ല, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് വന്നിട്ടില്ല, അതിൻ്റെ പരിണത ഫലം വന്നിട്ടില്ല. അപ്പോൾ ജ്ഞാനവും അറിവും ഇവിടെ ഒത്തിട്ടുണ്ട്. അത് വസ്തുരൂപമായിട്ട് അണുബോംബുകളായിട്ട് സാത്താൻ 2 എന്ന് പറയുന്ന റഷ്യയുടെ വലിയ ഭീമാകാരമായ അണുബോംബുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലമായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ തലം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ജ്ഞാനവും അറിവും ഒത്തുചേർന്നപ്പോൾ അതിൻ്റെ വസ്തുരൂപമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. ആ കൺമുമ്പിലുള്ളത് നമ്മുടെ മുമ്പിലേക്ക് അഗ്നികുണ്ഡമായിട്ട് വരുവാൻ 7 വർഷങ്ങൾ കൂടി മാത്രം അവശേഷിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ, യുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ, യുഗാന്ത്യത്തിൽ നാം എത്തപ്പെട്ടിട്ടും എത്തപ്പെടാറായി നിൽക്കുന്ന ഈ സമയത്തും ഒരു മനുഷ്യനും അതിനെക്കുറിച്ചൊരു ചിന്തയോ ബോധ്യമോ അതിൻ്റെ ഭയമോ അതിൻ്റെ ആകുലതയോ ഉത്കണ്ഠയോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികളോ നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് പറയണം, അങ്ങുമിങ്ങും ദാനിയേൽ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. എന്ത് അറിവാണ് നമുക്ക് വർദ്ധിച്ചത്? ദാനിയേൽ 12-ാം അധ്യായം 4-ാം തിരുവചനം, ദാനിയേലേ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞു, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിക്കും. ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച ഗ്രന്ഥത്തിന് മുദ്രവയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അന്ന് വചന രൂപത്തിൽ കർത്താവ് എഴുതി, അറിവിനെ പറ്റി എഴുതി. പക്ഷേ അറിവ് എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വസ്തുരൂപമായിട്ട് പ്രാപിച്ചത്? ആ അറിവിൻ്റെ തലവും എഴുതപ്പെട്ട വചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തലവും കൂടി ചേർന്നപ്പോൾ അത് ആണവ ബോംബുകളായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് യുഗാന്തത്തിലാണ്. യുഗാന്തം എന്ന വാക്കിൻ്റെ യുഗങ്ങളുടെ അറ്റമാണ്. അതായത് 6000 വർഷക്കാലം ഭൂമി ഇങ്ങോട്ട് വന്ന്, ക്രിസ്തുവിന് മുമ്പ് 4000 വർഷവും ക്രിസ്തുവിന് ശേഷം 2000 വർഷവും, 4 2 6000 വർഷം എന്ന് പറയുമ്പോൾ 6 യുഗം. അതാണ് യുഗാന്തം എന്ന് വാക്കിൻ്റെ അർത്ഥം. 1000 വർഷത്തെയാണ് യുഗം എന്ന് പറയുന്നത്. അപ്പോൾ 6000 വർഷം എന്ന് പറയുമ്പോൾ 6 യുഗം പൂർത്തിയായി. അതിൻ്റെ അറ്റത്ത് യുഗാന്തം പൂർത്തിയാകാൻ 2033 സംഖ്യ പൂർത്തിയാകുമ്പോൾ അവിടെ 2 സംഭവിക്കും. ഒന്ന് ക്രിസ്തുവിന് ശേഷം ഉള്ള 2000 വർഷം, മറ്റൊന്ന് ഉൽപ്പത്തി മുതൽ ഉള്ള 4000 വർഷം. അങ്ങനെ 6000 വർഷത്തിൻ്റെ അവസാന ഡേറ്റാണ് 2033 എന്ന് പറയുന്നത്. അതാണ് യുഗാന്തം എന്ന്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷപ്പെടും,
അതിനുശേഷം അന്ത്യം ആഗതമാകും. യുഗാന്തത്തിൽ അതിൻ്റെ അന്ത്യവും ഉണ്ട് എന്ന് വ്യക്തം. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുമ്പിലേക്ക് ലോകം കണ്ടിട്ടില്ലാത്ത, മനുഷ്യന് അജ്ഞാതമായ, ഒരു മനുഷ്യനും വെളിപ്പെടുത്തി തരാൻ പറ്റാത്തതും ഒരു മനുഷ്യനും കാണിച്ചു തരാൻ പറ്റാത്തതും ആ തക്ക സമയത്ത് മാത്രം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ ആ നിത്യാഗ്നി, ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടാനുള്ളതാണോ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ സഭ? ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട സമയമാണ് പ്രിയ സഹോദരരെ. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും യഹൂദനായാലും ഈ ലോകത്ത് നിരീശ്വരവാദി ആരായാലും ഈ അഗ്നികുണ്ഡം റെഡിയാക്കി വെച്ച ആണവ ബോംബിൻ്റെ വക്കിലിരുന്നു കൊണ്ടാണ് നാം ഇത് സംസാരിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നതെങ്കിൽ ഈ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തലത്തെ നാം മനസ്സിലാക്കി വിലയിരുത്തുമ്പോൾ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലമായ മൂന്നാമത്തെ സംഭവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ, അഗ്നികുണ്ഡം പ്രത്യക്ഷപ്പെടാൻ കേവലം 7 വർഷങ്ങൾ മാത്രം യുഗാന്ത്യത്തിലേക്ക് എത്താൻ. അതാണ് യുഗാന്ത്യത്തിൽ ഞാൻ 2 കാര്യം പറയുന്നത്. വെളിപാടിൻ്റെ പുസ്തകം കർത്താവ് പറയുന്നുണ്ട്, വെളിപാട് 24 അവിടുന്ന് കർത്താവ് പറയുന്നത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിതനാകും. ആ 1000 വർഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഈ അഗ്നികുണ്ഡത്തെ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന അറിവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും എല്ലാം കൂടി അതിൻ്റെ വസ്തുരൂപമായ ആണവ ബോംബുകൾ, ആണവ സ്ഫോടനം, സാത്താൻ 2 എന്ന് പറയുന്ന വലിയ ആണവ മിസൈൽ, ഒരു ഭൂഖണ്ഡത്തിന് ഒരു മിസൈൽ എന്ന കണക്കുകൂട്ടി മതി. ആ ഭൂഖണ്ഡം അഗ്നികുണ്ഡമായിട്ട് മാറും. അത് കത്തിച്ചാമ്പലായി പോവും. ആ പ്രദേശത്തൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആയിരക്കണക്കിന് ആണവ ബോംബുകൾ പൊട്ടുമ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചേർന്നാൽ ഭൂമി വലിയ അഗ്നികുണ്ഡമായിട്ട് മാറും. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ സത്യമാണെന്ന് അറിയാമായിരിക്കെ അത് പൊട്ടാൻ ഏതാനും വർഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ കഴിയാതിരിക്കുകയും, എന്നാൽ ഇത് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരറിവിൻ്റെ തലമാണ് ഇന്നുള്ളത്. ആ അറിവാണ് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന അറിവിൻ്റെ തലം. അതുകൊണ്ടാണ് ദാനിയേൽ പുസ്തകത്തിൽ പറഞ്ഞ് അകൃത്യം അറിവ് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വിവർത്തനം അതിൻ്റെ താഴെ ചെറിയ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അറിവ് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അകൃത്യം വർദ്ധിക്കും എന്നും വിവർത്തന സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ അറിവ് വർദ്ധിച്ചു എന്നതുകൊണ്ട് അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന മറ്റൊരറിവാണ് അശുദ്ധിയുടെ അറിവ്. ഏറ്റവും വിശദമായി, ഏറ്റവും വ്യക്തമായി, ഹൃദയത്തിൽ നിഗൂഢമായി സ്നേഹിച്ച് സൂക്ഷിച്ച് കാത്തുവയ്ക്കുന്ന ചില അശുദ്ധിയുടെ അറിവിൻ്റെ തലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ രൂപീകരിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അത് ഏത് വ്യക്തിയെന്നില്ല, അത് തലപ്പത്തിലൊന്നുമില്ല, കുടുംബതലത്തിൽ എന്നില്ല, സമൂഹത്തിൻ്റെ തലത്തിൽ നിന്നില്ല, രാഷ്ട്രങ്ങളുടെ തലത്തിൽ നിന്നില്ല, ലോകം മുഴുവനും 800 കോടി മനുഷ്യനും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറിവിൻ്റെ തലത്തിലെ അശുദ്ധിയുടെ അറിവ് ഉള്ള ഒരു വ്യക്തിയും ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നികുണ്ഡം നിർമ്മിക്കപ്പെടുമെന്നും അത് സൃഷ്ടിക്കപ്പെടുമെന്നുള്ള തെളിവ് ഇന്ന് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇത് പൊട്ടുമെന്നും ഒരു നിശ്ചിത സമയത്ത് പൊട്ടുമെന്നും പൊട്ടിയാൽ അഗ്നികുണ്ഡം സൃഷ്ടിക്കപ്പെടുമെന്നും നാം ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഗ്രഹിച്ചേ പറ്റൂ. ഗ്രഹിച്ചില്ലെങ്കിൽ ഇതിനകത്തേക്ക് നിബന്ധിക്കുക തന്നെ ചെയ്യും. നിബന്ധിച്ചാൽ എന്നേക്കുമായിട്ട് അതിൽ നിന്ന് അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ ഉദാഹരണം പറയാം. വലിയൊരു അഗ്നിവ്രതം പൊട്ടി ഇങ്ങനെ ലാഭ പുറത്തേക്ക് ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരാൾ യാദൃശ്യമായിട്ട് അതിനകത്തേക്ക് വീണുപോയി. ആ മനുഷ്യനെ രക്ഷിക്കാൻ ആരെക്കൊണ്ട് സംബന്ധിക്കുമോ? ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് അതിനെ രക്ഷിക്കാൻ പറ്റുമോ? ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റുമോ? സഭയ്ക്ക് രക്ഷിക്കാൻ പറ്റുമോ? രാജ്യങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമോ? പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ശക്തിക്ക് അതിനകത്ത് പോയ മനുഷ്യൻ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ അതിൽ നിന്ന് വലിച്ചു കയറ്റി രക്ഷിക്കുവാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അത് തികച്ചും യാഥാർത്ഥ്യമാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന വലിയ അഗ്നികുണ്ഡത്തിലേക്ക് മനുഷ്യൻ പോയാലുള്ള അവസ്ഥ. അതുകൊണ്ട് കഥാ പറഞ്ഞേ എന്താ വ്യക്തം പറഞ്ഞേ? കഥാ പറയാണ്, വ്യക്തമായ കൊയ്ത്തുകാർ ദൈവന്മാർ നല്ല വിത്ത്. കഥാ പറയാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36-ാം തിരുവചനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. അതാണ് യേശു ക്രിസ്തു. വയൽ ഈ ലോകമാണ്. ഈ ലോകം വയലായിട്ട്, വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും. അപ്പോൾ നല്ല വിത്ത് എന്ന് പറയാൻ രാജ്യത്തിൻ്റെ പുത്രന്മാരും ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. അവിടെ വലിയ നമ്മൾ നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ഈ സ്നാപകനെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കും, അനുദപിക്കുവിൻ. ഈശോയും പറഞ്ഞു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്ത്?
സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്ത്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തോടു കൂടി ആയി ജീവിക്കുന്ന അവസ്ഥ. അതായത് യേശു ക്രിസ്തുവിനോട് കൂടി പരിശുദ്ധാത്മാവോട്, യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധമായ ആത്മാവോട് കൂടി ഞാൻ ജീവിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടൽ ജീവിതം. അതായത് ഇന്ന് യേശുവിന് കൂടെയുള്ള ജീവിതം. അതാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾ. അത് നല്ല മക്കൾ. ഈ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ തന്നെ വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞ് മറ്റെല്ലാ അസ്വസ്ഥയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛത്തിൽ നിന്നും വിട്ടുമാറി പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് വചനം മാത്രം ഭക്ഷിച്ച്, വചനം മാത്രം കേട്ട്, വചനം മാത്രത്തിൽ ആഴപ്പെട്ട്, വചനത്തെ മാത്രം ചിന്തിച്ചും പ്രാർത്ഥിച്ചു നടക്കുന്നവരാണ് രാജ്യത്തിൻ്റെ മക്കൾ. അവർക്ക് യുഗാന്ത്യത്തിലെ കർത്താവിൻ്റെ 6 ചോദ്യം ഉത്തരമുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു, വിശപ്പുള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കരുതി കയ്യിൽ വെച്ചിരിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ മക്കൾ. ആ രാജ്യത്തിൻ്റെ മക്കളാണ് സ്വർഗരാജ്യത്തിൽ. ദൈവരാജ്യം ഭൂമിയിലാണ്. ക്രിസ്തുവിനോട് കൂടി, യേശുവിനോട് കൂടി വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ദൈവരാജ്യം. അതാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾ. അതിനുശേഷം സ്വർഗരാജ്യം. ഇവിടെ മരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് തീർന്നു പോയാലും, ഇവിടുന്ന് മൺമറഞ്ഞു പോയാലും ആ മനുഷ്യൻ്റെ ശരീരത്തെ വീണ്ടും ഉയർപ്പിച്ച് സ്വർഗീയ മഹത്വത്തിലേക്ക് ചേർക്കുന്നതാണ് നിത്യജീവൻ. അതിനപ്പുറം കർത്താവ് പറയാണ്, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരും. അപ്പം നല്ല വിത്തായ ഞാൻ ദൈവരാജ്യത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? ഈ ഭൂമിയിലെ ഇപ്പോഴത്തെ ജീവിതം ദൈവരാജ്യത്തോടൊപ്പമാണോ അതോ ലോകരാജ്യത്തോട് ചേർന്നാണ്? ലോകരാജ്യത്ത് എന്താണ്? വെളിപാട് 18 അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പിശാചികളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ സർവശക്തനായ ഈശോ പഠിപ്പിക്കുമ്പോൾ ആ അശുദ്ധമായ ഏതെങ്കിലും പക്ഷിയുടെ ആത്മാവ്, ദുരാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ നാം ദൈവരാജ്യത്തിൻ്റെ മക്കളല്ല, അത് സാത്താൻ്റെ മക്കളാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരാണ്, അവ വിതച്ച ശത്രു പിശാചാണ്, കൊയ്ത്ത് യുഗാന്തമാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും വേർതിരിക്കുന്ന വലിയ ഒരു പ്രക്രിയ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. അതിന് പറയുന്നപടി യുഗാന്ത്യം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ്. ഈ സമയത്ത് അശുദ്ധിയുള്ളവരെ വിശുദ്ധീകരിക്കുവാൻ ഒരിക്കൽ കൂടി മാനസാന്തരത്തെ, പശ്ചാത്താപത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ച് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഉടനുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും കടന്നു വരണമെന്നും നിങ്ങളുടെ പാപങ്ങളും തിന്മകളും എല്ലാ അശുദ്ധിയും മ്ലേച്ഛതയും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിന് കൊടുക്കുന്ന കൗതുകപരമായ എല്ലാ വസ്തുക്കളും അറിവിൻ്റെ തലവും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് വലിച്ചു ദൂരേക്ക് എറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ അറിവായ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ഗ്രന്ഥത്തോടനുബന്ധിച്ച ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഈശോ പറഞ്ഞതിനെക്കുറിച്ചും മാത്രം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അറിവിലേക്ക് മാത്രമായിട്ട് നാം രൂപാന്തരപ്പെടുകയും ചെയ്തില്ല എങ്കിൽ ഈ വരാൻ പോകുന്ന അഗ്നികുണ്ഡം ഒരു റിയാലിറ്റി, ഒരു സത്യമാണ്, ഒരു സത്യമായ ഒരു സംഭവം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വലിയ ഒരു അനുഭവമല്ല, ഒരു അഗ്നിപർവ്വതം പൊട്ടിയാൽ നാം കാണുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നാം കാണേണ്ടി വരും, കാണുക തന്നെ ചെയ്യും. അത് കാണുവാൻ നമുക്കിനി അധികം കാലമില്ല എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ യുഗാന്തത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും. എന്നിട്ട് പറയാണ്, അഗ്നികുണ്ഡത്തിലേക്ക് അവർ തൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹൃത്തുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നതിനെ ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തൊരവസ്ഥയായിരിക്കും പ്രിയ സഹോദരരെ, എന്തൊരവസ്ഥയായിരിക്കും അവിടെ. ഈ ലോകത്ത് ഇത്രയും കാലം ഇത്രമാത്രം സുവിശേഷ പ്രഘോഷണവും വചനപ്രഘോഷണവും ശുശ്രൂഷകളും കുമ്പസാരങ്ങളും ധ്യാനങ്ങളും ആരാധനകളും നടന്നിട്ടും ഇപ്പോഴും തിന്മയിൽ തന്നെ തുടരുന്ന അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും എല്ലാവിധ ലജ്ജാകരമായ പ്രവൃത്തിയുടെയും പിന്നാലെ പോയി വിശ്വാസത്തെയും വിശുദ്ധിയെയും ജ്ഞാനത്തെയും വിവേകത്തെയും നീതിബോധത്തെയും തച്ചുടച്ച് എല്ലാ ബന്ധങ്ങളും തകർത്ത് വലിച്ചെറിഞ്ഞ് ഏകാന്ത ജീവിതം നയിക്കുന്നവരും പാപത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചു നടക്കുന്നവരും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, ഭാര്യാഭർത്തൃ ബന്ധം ഉപേക്ഷിച്ച്, കൗദാശിക ബന്ധം ഉപേക്ഷിച്ച്, സാമൂഹ്യ നീതി ഉപേക്ഷിച്ച് അശുദ്ധിയോടെ കഴിഞ്ഞുകൂടുന്നവർ എവിടെയായിരിക്കും അകപ്പെടുക എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രവും ധാരണയും നമുക്ക് വേണം. അല്ലാതെ ചുമ്മാ അതും അഗ്നികുണ്ഡം പറയുന്നത് സങ്കല്പമാണ്, വെറും സാങ്കല്പിക തലത്തിലെ അഗ്നികുണ്ഡമാണ്, അല്ലെങ്കിൽ പാതാളം എന്ന് പറയുന്നത് വെറും സങ്കല്പമാണ്. അതൊക്കെ ദൈവം ഇങ്ങനെ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. യേശു ക്രിസ്തു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിനൊന്നും ഒരു കഥയൊന്നും ഇല്ലെന്നേ. അല്ലാതെ അതിനകത്ത് കൊയ്ത്തുകാരൊന്നും വരാനൊന്നുമില്ല, നമ്മളെ യുഗാന്തത്തിൽ നമ്മളെ വേർതിരിക്കാനൊന്നും ആരും വരാനൊന്നും ഇല്ലെന്നേ. ഈ ഒരു കാഴ്ചപ്പാടാണ് നിലവിൽ ഉള്ള എല്ലാ ജനങ്ങളുടെയും അവസ്ഥ. എന്നാൽ നാം നോക്കിക്കൊണ്ടിരിക്കേണ്ടത് സാത്താൻ 2 എന്ന് പറയുന്ന റഷ്യയുടെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ നീളം കൂടിയതും
വണ്ണമുള്ളത് 16 അടി വ്യാസമുള്ളതും 40 മീറ്റർ നീളമുള്ളതുമായ വലിയ ഭീമാകാരമായ ആണവ ബോംബ് ലോകം കണ്ടിട്ടുള്ള സാത്താൻ 2 എന്നാണ് എൻ്റെ പേര്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം. അതൊക്കെ സ്ഫോടനം നടന്നാൽ ഒരു ഭൂഖണ്ഡം തന്നെ ഇല്ലാതായി പോകും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പോൾ ഈ അഗ്നികുണ്ഡം എന്ന് പറയുന്നത് അതിനകത്താണുള്ളത്. അഗ്നികുണ്ഡത്തെ നമുക്ക് അത് പൊട്ടാതെ കാണാൻ പറ്റിയില്ല. ആ വസ്തുവിനെ കാണാം, പക്ഷേ അഗ്നിയെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഗ്നികുണ്ഡം അവിടെ രൂപീകരിക്കപ്പെടും, സൃഷ്ടിക്കപ്പെടും എന്നത് പരമസത്യവും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വീണ് മരിച്ചു പോകുന്ന ആൾക്കാരെ ആരെക്കൊണ്ട് രക്ഷിക്കാൻ പറ്റും? പ്രിയ സഹോദരരെ, ആരെക്കൊണ്ടേലും ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കോ ഏതെങ്കിലും തത്വസംഹിതകൾക്കോ ഏതെങ്കിലും കോടീശ്വരന്മാർക്കോ ഏതെങ്കിലും ടെക്നോളജികൾക്കോ ഏതെങ്കിലും സഭാവിഭാഗങ്ങൾക്കോ ഏതെങ്കിലും ഒരു ദൈവത്തിനോ രക്ഷിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല എന്ന് ഇപ്പോഴറിഞ്ഞിട്ട് നാം പ്രാർത്ഥനയിലേക്ക് വരണം. ഇപ്പോൾ ഇത് അറിഞ്ഞിട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് കടന്നു വരണം. ഇപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുകയും ഇത് ഈ അറിവിൻ്റെ തലത്തിൽ നാം രൂപാന്തരപ്പെടുകയും ചെയ്ത് എന്നേക്കുമായിട്ട് നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി, സത്യസന്ധമായ നീതിബോധത്തിന് വേണ്ടി, വിശുദ്ധിയുടെ ഫലമായ ആത്മീയ നന്മകളുടെ പ്രവൃത്തി രൂപങ്ങൾക്ക് വേണ്ടി അനാഥരെയും ദരിദ്രരെയും വിധവകളുടെയും രോഗികളുടെയും പാവപ്പെട്ടവരുടെയും അടുത്ത് പോയി അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്ന ആത്മീയ പ്രവൃത്തിയുടെ ഒരു രൂപം തന്നെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ രൂപീകരിച്ച് വെച്ചാൽ സർവശക്തനായ ഈശോ നമ്മളെ സംരക്ഷിക്കുമെന്നും രക്ഷിക്കുമെന്നും കാത്തു പരിപാലിക്കുന്നും അനേക സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ ദൈവം, നീ സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നൊക്കെ യെർമ്യാപ്രവചന പുസ്തകം മുതൽ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്, ഒരു തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ എന്നോട് ചേർന്ന് നിൽക്കുവിൻ, നിങ്ങൾ ഭയപ്പെടണ്ട. ആ മുന്തിരിച്ചെടിയാകുന്ന ആ ശിഖരത്തിൽ നിന്നും അതിൻ്റെ തായ്തടിയിൽ നിന്ന് കിട്ടുന്ന ജീവരസം, അതിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലം, അതിൻ്റെ അറിവിൻ്റെ തലം, അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലം, അതിൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആ അറിവിൻ്റെ തലം എല്ലാം നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക, നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ ഒരുക്കിയിട്ടും ഇതൊന്നും ആരുടെയും തലയ്ക്കകത്ത് കയറുന്നില്ല. എന്നാൽ മറ്റ് കയറാൻ പറ്റാത്തത്ര നിഗൂഢമായ കണക്കുകളും കാര്യങ്ങളും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ജെമിനിയുടെ കണ്ടുപിടുത്തങ്ങൾ, എയർ റോബോട്ടുകൾ, അതുമായിട്ട് ചാറ്റ് ചെയ്യുന്ന പരിപാടി, ചീറ്റ് ചെയ്യുന്ന പരിപാടികൾ, അതിൻ്റെ ഇതിൻ്റെ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു പരിപാടികളും എനിക്കറിയില്ല. ഇതൊക്കെ വളരെ നിഗൂഢമായിട്ട് ഇത് മണിക്കൂറുകൾ ദിവസങ്ങളിരുന്ന് പഠിച്ചിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചത് പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ ഒരു മറ്റു പരിപാടികളും എനിക്കറിയില്ല. ആകപ്പാടെ അറിയാവുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉള്ളൂ മൊബൈൽ സമയം. എന്നാൽ ഇതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഈ ലോകത്ത്. അറിവിൻ്റെ തലത്തിൽ അവർ അങ്ങോട്ട് കയറി അറിവ് നേടി അകൃത്യം വർദ്ധിച്ച്, അശുദ്ധി വർദ്ധിച്ച്, ബന്ധങ്ങൾ തകർന്ന്, ബന്ധനത്തിലകപ്പെട്ട്, ഇനി അതിൽ ആർക്കും പിടിച്ചു മാറ്റാൻ പറ്റാത്ത വിധം, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം ആയിരക്കണക്കിന് അശുദ്ധാത്മാക്കളുടെ ബന്ധനത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യനെയും രക്ഷിക്കാനാവാത്ത വിധം തകർന്ന് തരിപ്പണമായ വിശുദ്ധിയുടെ തലങ്ങൾ നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിന്ന് ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ആരെ രക്ഷിക്കാൻ പറ്റും? അഗ്നികുണ്ഡം തൊട്ടുമുമ്പിൽ അടുത്ത് തന്നെ പ്രത്യക്ഷപ്പെടും. ഏതാനും അതാ ഞാൻ ഇതിലെ പറഞ്ഞേ, കൈവിരലിൽ എണ്ണാവുന്ന രീതിയിൽ ലോകാവസാനം എന്ന സത്യം, അത് യുഗാന്ത്യം എന്ന സത്യം, യുഗാന്തം എന്ന സത്യം കൈവിരലിൽ എണ്ണാവുന്ന അത്ര അടുത്തെത്തിയിട്ടും ഇതിനെപ്പറ്റി നമുക്ക് ജ്ഞാനമില്ലെങ്കിൽ ഇനി നിങ്ങൾ കാര്യം ജ്ഞാനം പകർന്നു വരും. അതുകൊണ്ട് പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടി വരാൻ ശ്രമിക്കണം. കർത്താവ് നാളെ കടുകുമണിയുടെ ഒക്കെ ഉപമ ഞാൻ പറഞ്ഞ കർത്താവ് പറയാണ്, നല്ല വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്താണ് വയൽ എന്നൊക്കെ നാളെ നിങ്ങൾക്ക് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അത് നമ്മൾ ആ അവസ്ഥയിലേക്ക്, ആ നിധിയെ കണ്ടെത്താൻ, ആ സ്വർണത്തെ, ആ രത്നത്തെ കണ്ടെത്താൻ, അത് കണ്ടെത്തിക്കഴിയുമ്പോൾ അതിന് എന്തു വില കൊടുത്തും വാങ്ങി ശേഖരിക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ രക്ഷിക്കുവാൻ ആരുമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് യുഗാന്ത്യം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, അനേകം ധ്യാനങ്ങളും ധ്യാന ക്ലാസ്സുകളും കേരളത്തിലും വിദേശത്തും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ വ്യക്തി പോലും ആത്മീയ രൂപാന്തരീകരണം, യേശുക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക വിധമുള്ള ഒരു സ്പെഷ്യൽ ജ്ഞാനം, ഒരു പ്രത്യേക അറിവ് ജ്ഞാനം അതിന് വേറെ വേണം. നമ്മൾ സാധാരണ കേൾക്കുന്ന സുവിശേഷം അത് കിട്ടുകയില്ല. അതതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നാണ്. അതിനകത്താണ് ഒരു മനുഷ്യൻ ആത്യന്തികമായിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്,
ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലോകത്തുള്ള 800 കോടി മനുഷ്യരും സുവിശേഷത്തിലെ ഒരുക്കമല്ല ഇനി ഒരുങ്ങേണ്ടത്. അത് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുക്കമാണ് യഥാർത്ഥ ഒരുക്കം. ആ ഒരുക്കമാണ് അതിൻ്റെ പരിപൂർണത. ആ ഒരുക്കം ഒരുങ്ങണമെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആളുകൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളും ധ്യാനങ്ങളും കൂടാൻ വേണ്ടി നിങ്ങൾ ഓടി അവിടെ എത്തണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാണ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഓടി വരിക, എത്രയും പെട്ടെന്ന് വിശുദ്ധി പ്രാപിക്കുക. നമുക്ക് ഏതാനും മാസങ്ങൾ കൂടി നമ്മുടെ മുമ്പിലുള്ളൂ രക്ഷപ്പെടുവാൻ. ഇത് ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ പോക്കുകളും എല്ലാ പരിപാടികളും മനുഷ്യൻ അവസാനിക്കും. പിന്നെ രക്ഷിക്കുവാനോ ഇതുപോലെ ക്ലാസ്സുകൾ പകർന്നു തരാനോ അറിവ് പകർന്നു തരാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റ് ചില അറിവുകൾ നമുക്ക് കിട്ടിയാൽ അത് പൂർണ്ണതയിലോ വിശുദ്ധിയിലേക്കോ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധമായിരിക്കുകയുമില്ല. അതുകൊണ്ടാണ് ആ 10 കന്യകമാരുടെ ഉപമയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 5 കന്യകമാരുടെ കൈകളിൽ വിളക്കും അതിനോടൊപ്പം എണ്ണയും ഉണ്ടായിരുന്നു. പിന്നെ 5 കന്യകമാരുടെ കയ്യിലോ അതില്ലായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ വിളക്കിലെ എണ്ണയെക്കൂട്ട് കുറച്ച് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി നമ്മൾ ഓർത്തിരിക്കണം. ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും എന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ കയ്യിലുള്ള എണ്ണയെക്കൂട്ട് കൊടുത്തോ? ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ട 2027 മുതൽ ഇനി നാം ഒരു മനുഷ്യനെയും ധ്യാനത്തിന് ക്ഷണിക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. 2027 മുമ്പുള്ള കാലഘട്ടം മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി പണം ശേഖരിച്ചു വെച്ച് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ആത്മീയ പ്രാർത്ഥന മുട്ടെന്നു ചെല്ലുക, മറ്റുള്ളവരെ ഇപ്പോൾ ധ്യാനമന്ദിരങ്ങളിലേക്ക് പറഞ്ഞു വിടുക, അതിന് തൻ്റെ കീശിന് പൈസ എടുത്തു കൊടുത്ത് അവരെ രക്ഷിക്കുക. അങ്ങനെ ആത്മീയ പ്രവൃത്തി എൻ്റെ പൂർണ്ണാവസ്ഥയിൽ ചെയ്യേണ്ട ഈ കാലഘട്ടം ഇപ്പോഴാണ്. അല്ലാതെ 2020 ശേഷം പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ വചനപോഷണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ സംവിധാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അത് യന്ത്ര സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റും, യാത്രകളില്ലാതെ വരും. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വിൽപ്പനക്കാർ ആരാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിൽപ്പനക്കാർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊള്ളുക. ഇപ്പോൾ കിട്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ സത്യസന്ധമായ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ആയിരിക്കില്ല അപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അവർ തിരിച്ച് എണ്ണയുമായിട്ട് വന്ന് കഥകം മുട്ടുന്നൊരു കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ, ഇതാ ഞങ്ങൾ എണ്ണയും വാങ്ങി വന്നിട്ട് സത്യമായി നിങ്ങൾ എവിടെ നിന്നാണ് സത്യമായി ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിലെ എണ്ണ ഏതായിരുന്നു? ആ എണ്ണയുടെ ഗുണം എന്തായിരുന്നു? അതുകൊണ്ട് വല്ല ഗുണം കിട്ടിയോ? എന്നതുപോലെ 5 കന്യകമാരെ പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിക്കളഞ്ഞതുപോലെ കർത്താവിനാണ് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ആ വിലാപവും പല്ലുകടിയും എന്തെങ്കിലും തീരുന്നതാണോ? ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 1000 വർഷം അഗ്നികുണ്ഡത്തിൽ കിടന്ന് കരഞ്ഞു വിലാപം പല്ലുകടി എന്നേലും തീരുവോ? എന്നേക്കും ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവും. അതോടുകൂടി ഈ പ്രപഞ്ചമില്ലാതെയായി പോവും പ്രിയ സഹോദരരെ. അത് വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബഹിരാകാശത്തിലെ ആണവ സ്ഫോടനങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തീരുമ്പോൾ പിന്നെ അതിന് ഈ അഗ്നികുണ്ഡത്തിലേക്ക് പെട്ടുപോയ മനുഷ്യൻ്റെ വിലാപം പല്ലുകടി എന്തെങ്കിലും തീരുവോ? അവൻ്റെ കരച്ചിൽ എന്തെങ്കിലും തീരുവോ? എന്നേക്കും വിലാപം പല്ലുകടിയുമായി പോകുന്ന അവസ്ഥ അത് അചിന്തനീയമാണ്, അതിഭയാനകമാണ്, അചിന്തനീയം. അത് വർണ്ണിക്കുക അസാധ്യമാണ് പ്രിയ സഹോദരരെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വിരലേൽ എണ്ണാവുന്ന സമയമേ ഉള്ളൂ. വിരലേൽ എണ്ണാവുന്ന സമയം. ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഒന്ന് ശരിയായ അറിവ് നേടുവാൻ, ശരിയായ ജ്ഞാനവും വിശുദ്ധി നേടുവാൻ, ശരിയായ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുവാൻ, ശരിയായ അറിവും ജ്ഞാനവും നേടി യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ചുരുങ്ങിയ സമയം മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം എത്രമാത്രം തീവ്രതയും തീഷ്ണതയും കൊണ്ട് ജ്വലിക്കേണ്ടവരാണ് നമ്മൾ. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൂസലുണ്ടോ? കൂസലില്ലാത്തവരെ അങ്ങ് വിട്ടേക്കുക തന്നെ. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഓടി വന്നാൽ അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാനും മറ്ററിവിൻ്റെ തലം പറഞ്ഞു കൊടുക്കാനും എളിയദാസനുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങുക. അതിനായിട്ടുള്ള ദിവസങ്ങൾ മെയ് മാസം 21, 22, 23 തീയതികളിൽ നടക്കുന്ന നെടുമ്പാശ്ശേരി സെൻറ്ററിലെ ഗ്രേസ് മേരി റെസിഡൻസി ബിൽഡിങ്ങിൽ നടക്കുന്ന ആ ധ്യാനവും ക്ലാസ്സും കൂടുവാൻ വേണ്ടി ഓടി വരിക. പ്രിയപ്പെട്ടവരെ, വന്ന് പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുക, അവിടെ ആയിരിക്കുക. കാരണം കർത്താവിൻ്റെ വരവ് തൊട്ട് അടുത്താണ്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എന്നെ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം എന്നെ സകല പാപത്തിനും അശുദ്ധിയും മ്ലേച്ഛതയും രക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ജ്ഞാനിയും വിവേകമാക്കി മാറ്റട്ടെ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിയും ധൈര്യവും അറിവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും കൊണ്ട് എന്നെ നിറയ്ക്കുമാറാകട്ടെ.
ഈ ലോകത്തിലെ ഏത് അശുദ്ധിയും ഏത് ദുരാത്മാവിനും എന്നെ പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാകുന്ന ശക്തി എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ എന്നെ തകർക്കുവാനോ നശിപ്പിക്കാനോ ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാൻ ദൈവം ഇടമാറാകട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.